സ്നേഹപിതാവായ ദൈവമേ, ശ്രവ്യദൃശ്യ മാധ്യമങ്ങളിലൂടെ സുവിശേഷം ജനത്തിനോട് പറയുവാൻ ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ചതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണല്ലോ തിരുവചനം പറയുന്നത്. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ ആത്മീയ വശങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവെ ആത്മീയമായ ഭദ്രത മാറ്റി കാതുകളെ തുറന്ന് കണ്ണുകളെ തുറന്ന് ബുദ്ധിയിൽ നിന്ന് അന്ധകാരം നീക്കി ബുദ്ധിക്ക് പ്രകാശം നൽകി കർത്താവെ ദൈവജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ദൈവമേ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ അഗ്നിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിലൂടെ വായിക്കുന്ന സമയത്ത് അഗ്നി, ജലം, എണ്ണ മുതലായ പ്രതീകങ്ങൾ നമ്മൾ കാണാറുണ്ട്. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ ത്രിത്വത്തിലെ അംഗമായ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ചില പ്രതീകങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന സമയത്ത് പ്രതീകങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എബ്രഹാം ദൈവത്തിനെ ബലിയർപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ദൈവവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാൻ എബ്രഹാം തയ്യാറെടുക്കുന്നു. ഒരു കാളയെ പിളർന്ന് രണ്ട് ആക്കി നടുവിലൂടെ കീറി ഇരുവശങ്ങളിലാക്കിയായി കാളയെ കിടത്തുന്നു. അങ്ങനെ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഒരു അന്ധകാരം വ്യാപിക്കുന്നു. എബ്രഹാം ഗാഠനിദ്രയിലായി പോകുന്നു. ഉടമ്പടി ഉറപ്പിക്കുന്നതിന് ദൈവം അഗ്നിയുടെ രൂപത്തിൽ ഈ പിളർന്നിട്ട കാളകളുടെ ഇടയിലൂടെ കടന്നു പോവുകയും എബ്രഹാമായിട്ട് ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് മുതൽ നമ്മൾ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീകം, യേശുവിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വരുന്ന സമയത്ത് മോശ ആടുകളെ മേയ്ക്കുവാനായിട്ട് പോകുന്നു. മരുഭൂമിക്ക് അപ്പുറമുള്ള ഹൊറേബ് മലയുടെ ദൈവത്തിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നു. ആ പോകുന്ന സമയത്ത് അവിടെ ഒരു ബേണിംഗ് ബുഷ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുൾപടർപ്പുകൾ, പച്ചയായ മുൾപടർപ്പ് ആളിക്കത്തുന്നു. എന്നാൽ അവ കത്തിച്ചാമ്പലായി ചാരമായി മാറുന്നില്ല. തീ കത്തുന്നു അല്ലെങ്കിൽ പച്ചപ്പുല്ല് നിന്ന് കത്തുന്നു, ഒരിക്കലും ചാമ്പലായി മാറാതെ നിൽക്കുന്നു. അല്ലെങ്കിൽ നശിപ്പിക്കുന്ന അഗ്നിയല്ല, അനുഗ്രഹത്തിൻ്റെ പ്രതീകമായ അഗ്നി, സ്വർഗീയമായ അഗ്നി മോശ ദർശിക്കുന്നു. അത് കാണുവാൻ കൂടുതൽ അടുത്തേക്ക് പോകുന്ന സമയത്ത് മോശയോട് ദൈവം പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമായതിനാൽ നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. മോശ തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി ചെല്ലുകയും ദൈവസ്വരം കേൾക്കുകയും ദൈവം ഒരു നിയോഗം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഈജിപ്തിൽ നിന്ന് വരുന്ന മുറവിളി ഞാൻ കേൾക്കുന്നു, അതുകൊണ്ട് ഈജിപ്തിലേക്ക് കടന്നുപോയി എൻ്റെ ജനത്തെ അവരുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ചുമതലയും ദൗത്യവും 80 വയസ്സ് കഴിഞ്ഞ മോശയെ ഏൽപ്പിക്കുന്നു. മോശ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും തുടർന്ന് ആ ദൗത്യമായിട്ട് കടന്നു ചെല്ലുകയും അവിടെ നിന്ന് അവരെ വിമോചിച്ച് തിരികെ വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്തിൻ്റെ അതിരുകളിലേക്ക് എത്തിക്കുകയും തുടർന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത കാനാൻ ദേശം വെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, പ്രവാചകനായ ഏലിയ അന്ന് ദേശം ഭരിച്ചിരുന്ന അഹാബ് രാജാവിനോടും ഇസബേൽ രാജ്ഞിയുമായും ഒക്കെയുള്ള തർക്കങ്ങൾ, വിജാതീയ ദേവീദേവന്മാരെ ആരാധിക്കുന്ന ഇസബേൽ ആഹാബ് രാജാവിനെ വഴിതെറ്റിക്കുന്നു. ആഹാബ് രാജാവിനെ വഴിതെറ്റിക്കുന്ന സമയത്ത് ഏലിയ പ്രവാചകൻ അവിടെ ഇടപെടുന്നു. ഏലിയ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കേണ്ടത്, ഞാൻ ആരാധിക്കുന്ന ദൈവമാണേ, ഞാൻ പറയാതെ ഇനി ഈ ദേശത്ത് മഞ്ഞോ മഴയോ പെയ്യുകയില്ല. 3.5 വർഷക്കാലം മഞ്ഞും മഴയും പെയ്യാതെ നിൽക്കുന്നു. ദേശം ക്ഷാമത്തിലേക്ക് പോകുന്നു. ആഹാബ് ഇസബേലും ചേർന്ന് ഏലിയെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു.
ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ മുഴുവൻ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആഹാബിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒബാദിയ 50 പ്രവാചകന്മാരെ വീതം 2 ഗുഹകളിൽ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണം മറ്റും കൊടുത്ത് അവരെ ആഹാബിൻ്റെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. പക്ഷെ ദേശത്ത് ക്ഷാമം വന്ന സമയത്ത് ആഹാബ് ഏലിയയെ തിരയുന്നു. ഏലിയയെ കിട്ടുന്നില്ല. പക്ഷെ അവസാനം കണ്ടുമുട്ടുന്ന സമയത്ത് ഏലിയ പറയുന്നു, നീ കാരണമാണ് ദേശത്ത് മഴ പെയ്യാതിരിക്കുന്നത്. ഈ ദേശത്ത് ക്ഷാമം വന്ന് വെള്ളമില്ലാതെ ജനം വലയുന്നതിൻ്റെ, കന്നുകാലികളും മൃഗങ്ങളും ചത്തൊടുങ്ങുന്നതിൻ്റെ കാരണം നീ ഒരുത്തനാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, ഏലിയ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, വിജാതീയ ദേവീ ദേവന്മാരെ ആരാധിച്ച് വിഗ്രഹ ആരാധന നടത്തി സത്യദൈവത്തെ ഉപേക്ഷിച്ച് ജനം പാപം ചെയ്യുകയും ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചതുകൊണ്ടാണ് ദേശത്ത് ഈ ദുരന്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവസാനം യഥാർത്ഥ ദൈവം ആരാണെന്നറിയാൻ വേണ്ടി ഉള്ള പോരാട്ടം, ആത്മീയ പോരാട്ടം ആരംഭിക്കുന്നു. ബാലിൻ്റെ 450 പ്രവാചകന്മാരും അക്ഷേര ദേവിയുടെ 400 പ്രവാചകന്മാരുൾപ്പെടെയുള്ള 850 ആളുകൾ ദൈവത്തിൻ്റെ മലയായ താബോറിലേക്ക് വരുന്നു. അവരവിടെ ഒരു ബലിപീഠം ഒരുക്കുന്നു. ആ ബലിപീഠം ഒരുക്കി കാളയെ വെട്ടിനുറുക്കി മരത്തിൻ്റെ മുകളിൽ അടക്കി വെച്ച് സ്വർഗത്തിന് നേരെ കണ്ണുകളുയർത്തി ബാലിനോട് പ്രാർത്ഥിക്കുന്നു. ഇവർ തമ്മിലുള്ള പന്തയത്തിൻ്റെ അടിസ്ഥാനം ഇതായിരുന്നു, സത്യദൈവം ഏതാണോ ആ ദൈവം അഗ്നി അയച്ച്, സ്വർഗീയ അഗ്നി അയച്ച് ബലിപീഠത്തിലെ വസ്തുക്കളെ ഹനിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് രാത്രിയാവുന്നവരെ, സൂര്യൻ അസ്തമിക്കുന്നവരെ വിളിക്കുന്നു. അഗ്നി ഇറങ്ങി വരുന്നില്ല. അടുത്ത നാളിൽ ഏലിയ 12 കല്ലുകളെടുത്ത് വയ്ക്കുന്നു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പ്രതീകമായി. ആ 12 കല്ലുകളെടുത്ത് അതിൻ്റെ മധ്യയിലൂടെ ചാലുകീറി വെള്ളമൊഴിക്കുന്നു. ഈജിപ്തിൽ അടിമത്തിൽ നിന്ന് ജനത്തെ കൊണ്ടുവരുന്നതിൻ്റെയും ജോർദാൻ നദി പിളർന്ന് അക്കരെ കടക്കുന്നതിൻ്റെയും ഒക്കെ പ്രതീകാത്മകമായിട്ടുള്ള പ്രവൃത്തി നടക്കുന്നു. തുടർന്ന് കാളയെ കൊന്ന് ബലിവസ്തുവിന് മുകളിൽ വയ്ക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യഹോവയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ബലിപീഠത്തിലെ ബലിവസ്തുക്കളെ തീ വന്ന് വിഴുങ്ങുന്നു. സ്വർഗീയമായ അഗ്നി ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ സുവിശേഷത്തിലൂടെ അഗ്നിയെ കണ്ടുമുട്ടുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ചിത്രം കാണുന്നുണ്ട്. യേശുവിൻ്റെ പ്രബോധനങ്ങളെ തിരസ്കരിക്കുന്ന സമാരിയക്കാർ സമാരിയയിലെ പട്ടണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് യേശുവിൻ്റെ പ്രബോധനങ്ങളെ സ്വീകരിക്കാതിരുന്നവരുടെ അഗ്നി ഇറക്കട്ടെ എന്ന് യോഹന്നാൻ ചോദിക്കുന്നു. എന്നാൽ യേശു അവരെ തടയുന്നു. സ്വർഗീയമായ അഗ്നി ഒരിക്കലും ജനത്തെ നശിപ്പിക്കാൻ ഉള്ളതല്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. സോളമൻ ബലിപീഠമൊരുക്കുന്നു. ആ ബലിവസ്തുക്കളെല്ലാം നിരത്തി വെച്ച് സോളമൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് സോളമൻ്റെയും പുരോഹിതന്മാരുടെയും പ്രാർത്ഥന കേട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുക്കളെ ചാരമാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയമായ അഗ്നി ഇറങ്ങി വരുന്നു. നമ്മൾ പഴയ നിയമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തന്നെ കാണുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു വന്ന് മിദിയാൻ മരുപ്രദേശത്തേക്ക് കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 40 വർഷമാണ് മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങിപ്പോകുന്നത്. ഭക്ഷണമില്ല എന്ന് പരാതി പറഞ്ഞ സമയത്ത് മന്ന നൽകി അനുഗ്രഹിച്ചു. മാംസം കഴിക്കണമെന്ന് പറഞ്ഞ സമയത്ത് കാടപ്പക്ഷികളെ നൽകി അനുഗ്രഹിച്ചു. കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ സമയത്ത് മെറിബോയിലെ പാറക്കെട്ടുകളിൽ നിന്ന് ജലം ഒഴുകി വന്ന് അവരുടെ ദാഹം തീർത്തു കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, രാത്രി കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് അഗ്നി സ്തംഭമായി വന്നു നിന്ന് അവർക്ക് ചൂട് പകർന്ന് വെളിച്ചം പകർന്ന് അവരെ സംരക്ഷിച്ചു. പകൽ സൂര്യൻ്റെ ചൂട് കൂടി വന്ന സമയത്ത് മേഘസ്തംഭം വന്ന് അവർക്ക് തണലേകി അവരെ കാത്ത് സംരക്ഷിച്ചു. രാത്രി അഗ്നിസ്തംഭം വെളിച്ചം നൽകുന്നു, ചൂട് നൽകുന്നു, അവരെ സംരക്ഷിക്കുന്നു. ആ അഗ്നിസ്തംഭം ദൈവത്തിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിലൂടെ നടക്കുന്ന പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ
അഗ്നിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ വീണ്ടും ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ സ്വർഗീയമായ അഗ്നി ഇറങ്ങി വന്ന് ബലിവസ്തുക്കളെ പുരോഹിതന്മാരുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം നൽകുന്ന സമയത്ത് പറയുന്നുണ്ട്, ദൈവത്തെ ഹീബ്രു പദം ബോൺഫയർ എന്നാണ് വിളിക്കുന്നത്. സ്വർഗീയമായ അഗ്നി അല്ലെങ്കിൽ വിശദീകരിക്കുന്ന അഗ്നി. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, സ്വർണത്തെ വിശദീകരിക്കുന്നു, വെള്ളിയെ ശുദ്ധീകരിക്കാൻ സ്വർണം ഉപയോഗിക്കുന്നു. എപ്പോഴും വിശദീകരണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അഗ്നി കാണുന്നത്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നെബൂഖദ്നേസർ രാജാവിനെ ആരാധിക്കാതിരുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്നു. ആ സിംഹക്കുഴിയിലിടുന്ന സമയത്ത് വിശന്ന് വരഞ്ഞ സിംഹം ദാനിയേലിനെ ഉപദ്രവിക്കുന്നില്ല. ദൈവം ദാനിയേലിൻ്റെ വായടച്ച് കെട്ടുന്നു. ഈ സംഭവത്തിന് ശേഷം ദാനിയേലിന് മോചനം കിട്ടുന്നു. ദാനിയേൽ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവമെന്ന് നെബൂഖദ്നേസർ രാജാവ് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നു, ദാനിയേലിൻ്റെ 3 സ്നേഹിതരെ തീച്ചൂളയിലെറിയുന്നു. ആ തീച്ചൂളയിലെറിഞ്ഞ സമയത്ത് തീയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വിറകും എണ്ണയും ഒക്കെ ചേർത്ത് കത്തിക്കുന്നു. ആ കത്തിക്കുന്ന സമയത്ത് രാജാവ് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് 3 പേരെയാണ് ഇട്ടത്, 4 പേരെ കാണുന്നു. 3 പേരെയാണ് തീച്ചൂളയിലിട്ടത്, 4 പേരെ കാണുന്നു. അപ്പോൾ ഈ 4-ാമൻ ആരാണെന്ന് രാജാവ് അന്വേഷിക്കുന്ന സമയത്ത് പിന്നീട് മനസ്സിലാവുന്നു, ഈ തീച്ചൂളയിൽ കിടക്കുന്ന ജനം ഈ 3 പേരും ദൈവത്തെ ആരാധിക്കുന്നു, കീർത്തനം പാടി ആരാധിക്കുന്നു. മഴയും മഞ്ഞും സൃഷ്ടിച്ച ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തികൾ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നു. ആ ആരാധിക്കുന്ന സമയത്ത് ജലകണങ്ങൾ കൊണ്ടൊരു പാളി സൃഷ്ടിച്ച് അഗ്നിയുടെ ചൂടിൽ നിന്നും അഗ്നിയുടെ ദംശനത്തിൽ നിന്നും ഈ 3 പേരെയും ദൈവം കാത്ത് പരിപാലിച്ചു. മാത്രമല്ല, അവർക്ക് ശക്തി പരവാനായിട്ടൊരു ദൈവദൂതനെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ ദൈവദൂതൻ കടന്നു വന്ന് ഇവരെ സംരക്ഷിച്ച് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് പിന്നീട് അവരെ മോചിപ്പിക്കുന്നു. ബൈബിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് അഗ്നി എന്ന പ്രതീകത്തിലൂടെ ജനത്തിനോടൊപ്പം സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. യേശു പറയുന്നത്, ഞാൻ പോകുന്നതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും പിതാവിൻ്റെ വലതുവശത്തിരിക്കുകയും പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന സമയത്ത് പിതാവ് സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ആ സഹായകനായ പരിശുദ്ധാത്മാവ് കടന്നു വന്ന്, സത്യത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യം നൽകും. ഇതെല്ലാം പറഞ്ഞ് അവസാനം യേശു ഒലിവ് മലയിൽ നിന്ന് സ്വർഗാരോഹണം നടത്തുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയുന്നു, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുക, സഹായകനായ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കുക. അതുകൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് അവർ പ്രാർത്ഥിക്കുന്നു. 10 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. 10-ാമത്തെ ദിവസം കൊയ്ത്തുത്സവമായ പെന്തക്കോസ്ത് ദിനം അല്ലെങ്കിൽ പെസഹ കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ ദിവസം, ആ കൊയ്ത്തുത്സവത്തിൻ്റെ ദിനത്തിൽ ഒരു പുതിയൊരു കൊയ്ത്ത് പോലെ, അന്ത്യകാലത്ത് നടക്കുന്ന വലിയൊരു അത്ഭുതം പോലെ അന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരായിരിക്കുന്ന ഭവനത്തിൽ വലിയ ഒരു കാറ്റ് വീശുന്നു, കൊടുങ്കാറ്റ് വീശുന്നു, വലിയ ആരവമുയരുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം, കാറ്റ് വീശിക്കഴിഞ്ഞാൽ കാറ്റ് ഒരു ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അടുത്ത ഭാഗത്തൂടെ കടന്നു പോകും. തെക്ക് നിന്ന് വരുന്ന കാറ്റ് വടക്കോട്ട് വീശിപ്പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് കാറ്റ് കടന്നു പോകുന്നു. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് സുവിശേഷം അപ്പസ്തോല പ്രവർത്തനം രചിച്ച വിശുദ്ധ ലൂക്ക പറയുന്നു, ആ കാറ്റ് ആ ഭവനത്തിൽ തങ്ങി നിന്നു. വലിയൊരു കാറ്റ് വീശുന്നു, നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. വലിയൊരു കാറ്റ് വീശുന്നു. ആ കാറ്റ് വന്ന് മാർക്കോസിൻ്റെ മാളികയുടെ മുകളിലുള്ള അപ്പർ റൂം എന്ന് വിളിക്കപ്പെടുന്ന മുറിയിൽ വന്ന് ഒരു കാറ്റ് വീശുന്നു. 120ഓളം ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു.
ആ കാറ്റ് അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ കാറ്റിനെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥന. യേശു കാറ്റിനെ ശാസിക്കുകയും കടലിനെ ശാന്തമാക്കുകയൊക്കെ ചെയ്തതുപോലെ കാറ്റിനെ ശാന്തമാക്കി നിർത്തുന്ന പ്രാർത്ഥന, പ്രാർത്ഥനയുടെ ആരവമുയരുന്ന സ്ഥലം. കാറ്റ് അവിടെ തങ്ങി നിൽക്കുന്നു. അതോടൊപ്പം മറ്റൊരു പ്രതീകം കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. പിളർന്ന അഗ്നിനാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് നിൽക്കുകയും ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന സ്വരം കൊണ്ട് പിതാവായ ദൈവം തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും യേശുവിൻ്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിത്വ സാന്നിധ്യമായി മാറുന്ന ജോർദാൻ നദി. അന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലാണ് വന്നെങ്കിൽ ഇന്ന് നമ്മളിവിടെ കാണുന്നു കാറ്റടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു സംഭവം നടക്കുന്നു. പിളർന്ന അഗ്നിനാവുകൾ ഓരോരുത്തരുടെയും ശിരസിന് മുകളിൽ മേൽ വന്ന് നിൽക്കുന്നു. ഓരോരുത്തരുടെയും ശിരസിൻ്റെ മുകളിൽ മേൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 120 പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. 120 പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിതാവായ ദൈവം അത് കാണുകയും 120 പിളർന്ന അഗ്നിനാവുകൾ അവരുടെ ശിരസിൻ്റെ മുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അവരോരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. ആ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരു അനുഭവം. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സമയത്ത് നമ്മൾ കാണുന്നത് അഗ്നി എന്ന പ്രതീകത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ഇപ്പോൾ കാറ്റെന്ന പ്രതീകം, അഗ്നി എന്ന പ്രതീകം, നാവ് എന്ന പ്രതീകം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണ് നാവ് കൊണ്ട് സംഭവിക്കുന്നതെന്ന്. കത്തോലിക്കരായിട്ടുള്ള ആളുകൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ സാധാരണഗതിയിൽ ചെയ്ത പാപത്തിൻ്റെ പട്ടിക നോക്കുന്ന സമയത്ത് 10 കൽപ്പനകളിൽ പറയുന്ന പല പാപവും ആരും തന്നെ ചെയ്തു കാണില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യദേവീദേവന്മാരുടെ വിഗ്രഹാരാധന, അന്യദേവീദേവന്മാരുടെ ആരാധന, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുക, കൊലപാതകം ചെയ്യുക എന്ന് പറയുന്ന അന്യൻ്റെ വസ്തു മോഹിക്കുക, അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക മുതലായ സാധനങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ് ആളുകൾ ചെയ്യാറുള്ളൂ. എന്നാൽ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്, നാവ് കൊണ്ട് നുണ പറയുന്നത്. ഈ സാത്താനെക്കുറിച്ച് പറയുന്നത് സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന്. കത്തോലിക്കരായിട്ടുള്ള ആളുകളുടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട പാപം നുണ പറയലാണ്. ആ നുണ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാവ് കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു പ്രതീകം കാണുന്നുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്ന സമയത്ത് അഗ്നി കൊണ്ട് നാവിനെ വിശദീകരിക്കുന്നു. പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ അധരങ്ങൾ കൊണ്ട് പാപം ചെയ്യുന്നവരുടെ മധ്യയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് യേശയ്യാ പ്രവാചകൻ്റെ അധരത്തിൽ കുടിലുകൊണ്ട് ദൈവദൂതൻ അഗ്നി കൊണ്ട് നാവിൽ വെച്ച് നാവിനെ വിശദീകരിക്കുന്നു. ഇന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്ന സമയത്ത് മലങ്കര സഭയുടെ ലിറ്റർജിയിലും ഈ അടുത്ത കാലത്ത് മാറ്റങ്ങൾ വരുത്തിയ കത്തോലിക്ക സഭയുടെ ലിറ്റർജിയിലും വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് തീക്കട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് നാവിലാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നാവ് തീക്കട്ടയെ മാറട്ടെ എന്ന്. അല്ലെങ്കിൽ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെ ആക്കുമെന്ന ജെറമ്യാ പ്രവചന പുസ്തകത്തിലെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ സംഭവിക്കുന്നു. ഇപ്പോൾ പിളർന്ന അഗ്നി നാവുകൾ ഓരോരുത്തരുടെയും ശിരസിൻ്റെ മുകളിൽ മേൽ വന്ന് നിൽക്കുന്നു. ആ പിളർന്ന അഗ്നി നാവ് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് പഴയ നിയമത്തിലെ ചില ചിന്തകളും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. നിമ്രോദ് രാജാവ് ബാബിലോൺ പട്ടണത്തിൽ ദൈവം ജനത്തിനോട് ചെതറിപ്പാർക്കാൻ പറഞ്ഞ സമയത്ത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് താമസിക്കുവാനും സ്വർഗത്തിൻ്റെ ഓളം ഉയരമുള്ള വലിയ ഒരു കെട്ടിടം പണിയുന്നതിനും എല്ലാവരും ആ കെട്ടിടത്തിൽ ഒന്നിച്ച് താമസിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുന്നു. എന്നിട്ട് പറയുന്നു, ഇവർക്ക് ഇനി ഒന്നും അസാധ്യമായി വരികയില്ല. അങ്ങനെ ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന സ്വഭാവം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതിനല്ലെന്ന് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് ദൈവം വളരെ ലളിതമായൊരു തന്ത്രം ഉപയോഗിച്ചു. അവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചു. നാവിൽ നിന്ന് പുറപ്പെടുന്ന സ്വരം ഭിന്നമായി. ഒരേ ഭാഷ സംസാരിച്ചിരുന്ന, ഒരേ സംസ്കാരമുള്ള, ഒരേ വസ്ത്രധാരണമുള്ള ജനം വിവിധ ഭാഷകൾ സംസാരിക്കാൻ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററും മറ്റു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അന്ന് ആ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റാതിരുന്നുകൊണ്ടും പരസ്പരം ആംഗ്യഭാഷയിലൂടെ അവരുടെ നടത്തിയ ആശയവിനിമയം ഫലം കാണാതിരുന്നുകൊണ്ടും അവർ അവിടുത്തെ വെച്ച് തന്നെ വലിയ പോരാട്ടത്തിലേക്ക് നയിക്കപ്പെടുന്നു. കെട്ടിടം പണി ഉപേക്ഷിക്കുന്നു. വിവിധ ദേശങ്ങളിൽ പോയി അവർ താമസമാക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിലൂടെയാണ് ഈ ഭിന്നത മുഴുവൻ പുറത്ത് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ദൈവം
പെന്തക്കോസ്ത് തിരുനാൾ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അഗ്നി രൂപത്തിൽ അയച്ച സമയത്ത് നാവിൻ്റെ രൂപത്തിൽ അയച്ചു. ആ നാവിൻ്റെ രൂപത്തിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് അവരുടെ നാവുകളെ വിശദീകരിച്ചു. അവരുടെ നാവുകളെ വിശദീകരിച്ചപ്പോൾ ഒന്ന് സംഭവിച്ചു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് താഴെ ഇറങ്ങി വന്ന് പത്രോസ് തനിക്കറിയാവുന്ന അറമായ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കത് താന്താങ്ങളുടെ ഭാഷകളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആ താന്താങ്ങളുടെ ഭാഷകളിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിമ്രോദ് രാജാവിൻ്റെ കാലത്ത് ബാബേൽ ഗോപുര നിർമ്മാണ സമയത്ത് ജനത്തിൻ്റെ ഭാഷയെ അല്ലെങ്കിൽ നാവിലൂടെ കടന്നു വരുന്ന സ്വരം ഭിന്നതയുടെ സ്വരമായി മാറി, അല്ലെങ്കിൽ തർക്കത്തിനും വഴക്കത്തിനും കാരണമായി മാറിയെങ്കിൽ, പെന്തക്കോസ്ത് തിരുനാൾ ദിവസം അഗ്നി നാവുകളുമായിട്ട് പത്രോസ് കടന്നു വരുന്ന സമയത്ത്, അഗ്നിയാലുള്ള അഭിഷേകം പ്രാപിച്ച് പുറത്ത് കടന്നു വന്ന് ദൈവജനത്തിനോട് സംസാരിക്കുന്ന സമയത്ത്, തനിക്കറിയാവുന്ന ഭാഷകളിൽ സംസാരിക്കുന്ന സമയത്ത് ജനത്തിനെ അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവർ മാനസാന്തരപ്പെടുന്നു. 10 മിനിറ്റ് പത്രോസ് പ്രസംഗിക്കുന്നു. ആ 10 മിനിറ്റിൻ്റെ പത്രോസിൻ്റെ പ്രസംഗം കഴിഞ്ഞ സമയത്ത് അത് കേട്ടുകൊണ്ടിരുന്ന 3000-ലധികം ആളുകൾ മാനസാന്തരപ്പെടുകയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് ചോദിക്കുന്നു. മാനസാന്തരപ്പെട്ട് യേശുവിനെ നാഥൻ രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ഒരു പുതിയ സൃഷ്ടിയായി മാറണമെന്നുള്ള സന്ദേശം നൽകുന്നു. അവരതനുസരിക്കുന്നു. ഒരു പുതിയ സമൂഹമായി മാറുന്നു. പണ്ട് നാവിൽ നിന്ന് പുറപ്പെടുന്ന സ്വരം ഭിന്നതയായി മാറിയെങ്കിൽ, അഗ്നിരൂപത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിരസിന് മുകളിൽ മേൽ വന്ന് നിന്ന് അഭിഷേകം നൽകി, അഭിഷേകം പ്രാപിച്ചവർ സംസാരിച്ച സമയത്ത് ദേശം ഒന്നിക്കുന്നു, നാട് ഒന്നിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് താബോർ മലയിൽ ഏലിയ പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഇറങ്ങി വരുന്നു. ജെറുസലേം ദേവാലയത്തിൽ സോളമനും പുരോഹിതന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഇറങ്ങി വരുന്നു. ഹൊറേബ് മലയിൽ മോശ പ്രാർത്ഥിക്കാതെ തന്നെ നടന്നു പോകുന്ന സമയത്ത് അഗ്നി കാണുന്നു. കത്തിച്ചാമ്പലാകാത്ത അഗ്നി, ചാരമായി മാറാത്ത അഗ്നി അവർ കാണുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ സമയത്ത് തീച്ചുളയിലിട്ട 3 സ്നേഹിതന്മാർ അഗ്നിയുടെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് അഗ്നി അവരെ ഉപദ്രവിക്കുന്നില്ല, അഗ്നിയിൽ നിന്ന് പൊള്ളലേൽക്കുന്നില്ല. ദൈവദൂതൻ അവരെ കാത്ത് സംരക്ഷിക്കുന്നു. അതുവഴി ഒരു ദൈവികമായ സംരക്ഷണത്താൽ അവർ പുറത്തു വരികയും നെബൂഖദ്നേസർ രാജാവിൻ്റെ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് സത്യദൈവത്തെ ഏറ്റുപറയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടതുപോലെ വിജനതയിൽ മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. അഗ്നിസ്തംഭം അവർക്ക് ചൂടും വെളിച്ചവും നൽകി അവരെ സംരക്ഷിക്കുന്നു. പെന്തക്കോസ്ത് തിരുനാളിൽ അഗ്നി കടന്നു വന്ന് ജനത്തെ അഭിഷേകത്തിൽ മുക്കുന്നതിൻ്റെ, അഭിഷേകത്താൽ നിറയ്ക്കുന്നതിൻ്റെ പ്രതീകമായി മാറുന്നു. ഈ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ അഗ്നി നമ്മൾ കാണുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബോൺഫയർ, കൺസ്യൂമിങ് ഫയർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അഗ്നി, ബലിവസ്തുവിന്മേൽ ഇറങ്ങി വരുന്ന അഗ്നി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാം അഗ്നി. ആ അഗ്നി സ്വർണത്തെ വിശദീകരിക്കുന്ന പോലെ, വെള്ളിയെ ശുദ്ധീകരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവാം അഗ്നി നമ്മളിൽ കടന്നു വന്ന് നമ്മളിലെ പാപവും മാലിന്യങ്ങളും കത്തി ചാമ്പലാക്കി നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ദിവസമായി മാറട്ടെ ഈ വർഷത്തെ പെന്തക്കോസ്ത തിരുനാൾ ദിവസമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അഗ്നി കൊണ്ടുള്ളൊരു അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പലപ്പോഴും പാടുമ്പോൾ അഗ്നി കൊണ്ടുള്ള അഭിഷേകത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, തീ പിടിച്ച മുൾപടർപ്പുകളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ അഗ്നിയുടെ അഭിഷേകം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് മ്ലേച്ഛമായത് മോശമായതെല്ലാം കത്തിച്ച് കളഞ്ഞ് കരിച്ച് കളഞ്ഞ് നിങ്ങളെ തന്നെ വിശദീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിത്യജീവൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ദൈവം നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.